നിറത്തിൻ്റെയും ശരീരഘടനയുടെയും പേരിൽ അവഹേളനം നേരിട്ട പലരും നമ്മുടെ ഇടയിലുണ്ട്. സ്വന്തം വീട്ടിലും സമൂഹത്തിലും തൊഴിലിടത്തും ഇങ്ങനെ അധിക്ഷേപമുണ്ടായാൽ സ്ത്രീകൾക്കൊരിക്കലും അത് സഹിക്കാനാവില്ല. മലപ്പുറത്ത് നവവധു ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവം മലയാളിയുടെ വൈകൃതമായ മനോഭാവത്തിൻ്റെ തെളിവാണ്. നിറത്തിൻ്റെ പേരിൽ അവഹേളിച്ചതിനാണ് യുവതി ജീവനൊടുക്കിയത്. ഒരു സ്ത്രീയെ അവരുടെ ബാഹ്യരൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നുവെങ്കിൽ അത് അവരെയല്ല നിർവചിക്കുക, മറിച്ച് നിങ്ങളെ തന്നെയാണ്. അമേരിക്കൻ എഴുത്തുകാരനായ സ്റ്റീവ് മരാബോളിയുടെ വാക്കുകൾ ഇക്കാലത്ത് ഏറെ പ്രസക്തമാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇതേ വാക്കുകൾ ആവർത്തിക്കുന്നു. കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയാണ് കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചത്. ബോബിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാതിരുന്നത് പോലീസിൻ്റെ വീഴ്ചയോ തന്ത്രമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആറ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം. എന്നിട്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്ന മട്ടില്ല. ജയിലിലെ വഷളത്തരങ്ങൾ അയാൾക്ക് വല്ലാതങ്ങ് രസിച്ചു കാണും. പുറത്ത് ബോബിയെ സ്വീകരിക്കാൻ അയാളുടെ ആഭാസത്തരത്തിന് കൂട്ടുനിൽക്കുന്നവർ സംഘടിച്ചെത്തി. അതിനിടെയാണ് ജയിലിനുള്ളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ജാമ്യം കിട്ടിയിട്ടും അയാൾ പുറത്തിറങ്ങാത്തത് എന്തുകൊണ്ട്? നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ബോഡി ഷേമിംഗ് സ്വീകാര്യമല്ലെന്നും ബോബി പറഞ്ഞതിലെ ദ്വയാർത്ഥം ഏത് മലയാളിക്കും മനസ്സിലാകുമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. ബോഡി ഷേമിംഗ് ഒരുവിധത്തിലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു. തടിച്ചത്, മെലിഞ്ഞത്, പൊക്കം കുറഞ്ഞത്, കൂടിയത്, കറുത്തത്, വെളുത്തത് തുടങ്ങി ഒരാളുടെ ശരീരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം. മറ്റുള്ളവരെക്കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത്, അന്വേഷണവുമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി പറഞ്ഞു. ഹണി റോസിന് അസാമാന്യ കഴിവുകളൊന്നുമില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. തുടർന്ന് അഭിഭാഷകൻ ആ പരാമർശം പിൻവലിച്ചു. ബോബി ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് നൽകാമോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ലെന്ന മറുപടിയാണ് അഭിഭാഷകൻ ബി രാംപിള്ള നൽകിയത്. 3:30 പുറത്തിറങ്ങിയ ഉത്തരവ് ജില്ലാ ജയിലിൽ ഹാജരാക്കാഞ്ഞതിനാൽ ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങിയില്ല. അതിനിടെ ജയിലിൽ നാടകീയ നീക്കമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരെ അറിയിച്ചത്. അഭിഭാഷകരില്ലാതെയും ബോണ്ട് തുക കെട്ടിവയ്ക്കാൻ കഴിയാതെയും നിരവധി തടവുകാർ ജയിലിൽ തുടരുന്നുണ്ട്. അവർ പുറത്തിറങ്ങും വരെ താനും കാക്കനാട് ജയിലിൽ തുടരുമെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നിലപാട്. കൊച്ചി. ലഹരി സംഘങ്ങൾക്കും മോഷണക്കേസിലെ പ്രതികൾക്കുമൊപ്പമുള്ള 6 ദിവസത്തെ ജയിൽവാസം. അതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ കാണാൻ 3 VIP-കളെത്തി. രജിസ്റ്ററിൽ പേരെഴുതാതെ സൂപ്രണ്ടിന്റെ മുറിയിലെത്തി സന്ദർശനം. ബോബിക്ക് ഫോൺ വിളിക്കാൻ 200 രൂപ നേരിട്ട് നൽകി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ ബോബിയെ കാണാനെത്തിയത് ആരൊക്കെയാണ്? ഈ VIP സന്ദർശനം ചട്ടലംഘനമാണോ? വ്യവസായ പ്രമുഖനായ ബോബിക്ക് ജയിലിൽ VIP പരിഗണന കിട്ടിയോ? സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.
ഹണി റോഡ്സിനെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിനായി ജയിലിലായ ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന ലഭിച്ചതാണ് പുതിയ വിവാദം. ബോബിയെ 3 VIPകൾ ജയിലിൽ സന്ദർശിച്ചുവെന്നാണ് വിവരം. ഇവരുടെ പേരുകൾ സന്ദർശക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിന്റെ അടുപ്പക്കാരാണ് ജയിലിലെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം ജില്ലാ ജയിലിലെത്തി സന്ദർശക പട്ടികയിൽ പേര് ചേർക്കാതെ സൂപ്രണ്ടിന്റെ മുറിയിലിരുന്ന് സംസാരിച്ചുവെന്നാണ് സൂചന. ബോബി ചെമ്മണ്ണൂരിന് സൗകര്യമൊരുക്കാൻ വേണ്ടി മാത്രം ഈ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തിയെന്നും ആരോപണമുണ്ട്. ബോബി എത്തിയപ്പോൾ കയ്യിൽ പണമില്ലായിരുന്നു. ജയിൽ ചട്ടം മറികടന്ന് ബോബിക്ക് ഫോൺ വിളിക്കാൻ 200 രൂപ നേരിട്ട് നൽകി. പിന്നീട് ഇത് രേഖകളിൽ എഴുതി ചേർത്തെന്നും വിവരമുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചു. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ജയിൽ ആസ്ഥാനത്ത് ലഭിച്ച റിപ്പോർട്ട്. ബോബിക്ക് VIP പരിഗണന ലഭിച്ചതിന് പിന്നിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥന്റെ ഇടപെടലുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. നിറം കുറഞ്ഞെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തൽ, അതിൻ്റെ പേരിൽ വിവാഹബന്ധം വേർപെടുത്താൻ സമ്മർദ്ദം, ഒടുവിൽ മനോവിഷമത്തെ തുടർന്ന് നവവധുവിൻ്റെ ആത്മഹത്യ. മലപ്പുറത്ത് യുവതി ഭർതൃഗൃഹത്തിൽ ജീവനൊടുക്കിയ സംഭവം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസാണ് ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് വാഹിദിൻ്റെ മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത് 7 മാസങ്ങൾക്ക് മുൻപാണ്. അന്നു മുതൽ ഭർത്താവിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നാണ് പരാതി. രാവിലെ 10 മണിയോടെയാണ് ഷഹാന മുംതാസിനെ വീട്ടിൽ മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2024 മെയ് 27-നായിരുന്നു ഷഹാനയും മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദും തമ്മിലുള്ള വിവാഹം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വാഹിദ് ഗൾഫിലേക്ക് പോയി. ഷഹാനയ്ക്ക് നിറം കുറവാണെന്ന് പറഞ്ഞ് വാഹിദ് ഫോണിലൂടെ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഷഹാനയുടെ കുടുംബം പറയുന്നു. ഇതേ തുടർന്നാണ് ഷഹാന ജീവനൊടുക്കിയത് എന്നാണ് ഇവരുടെ ആരോപണം. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടപെട്ടൊക്കെ ചെയ്തിരുന്നു. കാരണം ഈ കുട്ടീൻ്റെ കല്യാണം നിക്കാഹ് കഴിഞ്ഞിരുന്നു. 2024 മെയ് 27-നാണ് നിക്കാഹ് കഴിഞ്ഞത്. ഗൾഫ് മോങ്ങം ഇവിടെ മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദ് എന്ന ഒരു ആളായിരുന്നു പയ്യൻ. അപ്പം കളറില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിക്ക് എത്ര ഇംഗ്ലീഷ് ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് എത്ര സംസാരിക്കാൻ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ അറിയാവുന്നൊരു കാര്യമാണല്ലോ അതൊക്കെ, എത്ര സംസാരിക്കാൻ കഴിയുന്നുള്ളത്. അപ്പോൾ അതിന് ഒരു തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. BSc മാത്സ്. അത് BSc മാത്സ് എടുക്കാൻ ആ കുട്ടി തീരെ മോശക്കാരി അല്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ BSc മാത്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം പഠിക്കണമല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവൻ്റെ വൈഫിൻ്റെ തൊട്ടടുത്ത ഇവൻ്റെ വൈഫിൻ്റെ ഫാമിലി വഴിയാണ് ത്രൂ ആണ് ഇവർ ആ അലയൻസ് വരുന്നത്, നമുക്ക് ആ ബന്ധം വരുന്നത്. അപ്പോൾ അന്വേഷിച്ച സമയത്ത് തന്നെ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും അന്വേഷിച്ച് നിങ്ങൾ ഇത് നല്ല തൃപ്തി ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ആ കല്യാണം ഉണ്ടാക്കേണ്ട, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കല്യാണം ഉണ്ടാക്കിയത് ഇവൻ്റെ വാപ്പ, അതായത് കുട്ടീൻ്റെ വലിയാപ്പ അവരോട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. നിറത്തിന്റെ പേരിലുള്ള വാഹിദിന്റെ കുറ്റപ്പെടുത്തലുകൾക്ക് വാഹിദിന്റെ രക്ഷിതാക്കൾ പിന്തുണ നൽകി. വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ചുവെന്നും ഷഹാനയുടെ കുടുംബം. ഈ കുട്ടീനോട് കഴിഞ്ഞ ഒരു 15 ദിവസം മുന്നേ ഞാൻ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഈ കുട്ടീനോട് ചോദിച്ചു, കുറേ സമയം കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുട്ടി ഈ കഥകളൊക്കെ ഈ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഈ കുട്ടീനോട് പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളതെന്നും കുടുംബത്തിന്റെ പരാതി അന്വേഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. നാല് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന് ഇനിയും ഒളിച്ചുകളി തുടരാനാവില്ല. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയിരിക്കുന്നു. നടനെ സംരക്ഷിച്ച പോലീസിന്റെ ഇടപെടലും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും ഏറെ ചർച്ചയായതാണ്.
കുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തത് 3 തവണ. കേസുമായി ബന്ധമില്ലാത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലും കേസിലുണ്ടായി. മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പോക്സോ കോടതി തള്ളിയിട്ടും പ്രതി ഒളിവിലെന്നാണ് പോലീസ് പറഞ്ഞത്. ഒടുവിൽ ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസ് നടനെ അറസ്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ജൂണിലാണ് 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലാണ് പ്രതിയായ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയത്. കഴിഞ്ഞ ജൂണിലാണ് കോഴിക്കോട് കസബ പോലീസ് പ്രതിക്കെതിരെ പോക്സോ ചുമത്തി കേസെടുത്തത്. കേസെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ജയചന്ദ്രൻ ഒളിവിലാണെന്നും താമസ സ്ഥലവും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടും പരിശോധിച്ചുവെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം. അന്വേഷണം തുടരുന്നതിനിടെ നടൻ കോഴിക്കോട് പോക്സോ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും തള്ളിയിരുന്നു. തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഗുരുതരമായ കേസാണെന്നും ജാമ്യം നൽകരുതെന്നുമുള്ള സർക്കാർ വാദം അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരം കേസിൽ ഇരയായ കുഞ്ഞിൽ നിന്ന് പോലീസ് 3 തവണ മൊഴിയെടുത്തിരുന്നു. കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നായിരുന്നു മാതാപിതാക്കളുടെ പരാതി. എന്നാൽ പരാതി നൽകിയിട്ടും പോലീസിലെ ചിലർ പ്രതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി ആരോപണമുയർന്നിരുന്നു. ഇതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസിലിടപെട്ടു. കുട്ടിയെ ഹാജരാക്കാനും സംഭവത്തിന്റെ റിപ്പോർട്ട് നൽകാനും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ കുട്ടിയുടെ മൊഴി മാറ്റാനും ശ്രമമുണ്ടായി എന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് കുരുക്ക് മുറുകുന്നു. ഇരയായ 18-കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. അടൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതിനിടെ കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 44ആയി. പത്തനംതിട്ട, പന്തളം, മലയാലപ്പുഴ, ഇലവന്തിട്ട തുടങ്ങിയ സ്റ്റേഷനുകളിൽ 30 കേസുകൾ ഇതുവരെയും രജിസ്റ്റർ ചെയ്തു. വിദേശത്തുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ്. പത്തനംതിട്ടയിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴിപ്രകാരം കേസിൽ 62 പേർക്ക് പങ്കുണ്ട്. എന്നാൽ 58 പേർക്കെതിരായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ബാക്കി 4 പേർക്കെതിരെ വ്യക്തമായ വിവരങ്ങൾ കിട്ടിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെയാണ് പോലീസ് പോക്സോ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. കേസിൽ ഇതുവരെ 44 പേർ പിടിയിലായിട്ടുണ്ട്. പത്തനംതിട്ട ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പുതിയ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ദീപു എന്നയാൾ വഴിയാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. തുടർന്ന് ഇയാളും പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ മാത്രം ഇതുവരെ 27 പേർ അറസ്റ്റിലായി. ഇതിനു പുറമെ ഇലവുംതിട്ട, പന്തളം, മലയാലപ്പുഴ എന്നിവിടങ്ങളിലാണ് മറ്റു കേസുകൾ. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇനി പിടിയിലാകാനുള്ള മറ്റ് 14 പേരിൽ ചിലർ വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലുമാണ്. പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നിലവിൽ 30ഓളം FIRകളാണ് വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസ് തുടരന്വേഷണത്തിനായി തിരുവനന്തപുരം കല്ലമ്പലം പോലീസിന് കൈമാറി. പിടിയിലാകാനുള്ളവരിൽ ഒരു പ്രതി വിദേശത്താണ്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിവന്ന ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന് പോലീസ് പറഞ്ഞു.
പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും നഗരപ്രദേശങ്ങളിലും പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായതായും പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ശാസ്ത്രീയ തെളിവുകളും ഫോൺ രേഖകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം. അതിനിടെ പീഡനം നേരിട്ട പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ അംഗം N. സുനന്ദ സന്ദർശിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം കണിയാപുരത്ത് ജീവിതത്തിൽ ദുരന്തം മാത്രം വേട്ടയാടിയ 2 കുരുന്നുകളുണ്ട്. പിച്ച വയ്ക്കും മുൻപ് അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മയ്ക്കും അവരുടെ ആൺ സുഹൃത്തിനുമൊപ്പമുള്ള ജീവിതം. ഒടുവിൽ രണ്ടാനച്ഛൻ്റെ ക്രൂരതയിൽ അമ്മയെയും നഷ്ടം. സ്കൂളിൽ നിന്ന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടികൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ്. കണിയാപുരം സ്വദേശിനി വിജിയെ ഒപ്പം താമസിച്ചിരുന്ന രംഗൻ കൊലപ്പെടുത്തിയതാകാമെന്നാണ് സൂചന. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരിച്ചാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഹാളിൽ തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വൈകുന്നേരം 5:30 സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികൾ കണ്ടത് ചലനമറ്റ് കിടക്കുന്ന അമ്മയെയാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച ഷിജി കുറച്ചുനാളായി തമിഴ്നാട് സ്വദേശിയായ രംഗനുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഷിജിയുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു. അയകിട്ടിയിരുന്ന കയർ പൊട്ടിച്ചാണ് കഴുത്തിൽ മുറുക്കിയിരിക്കുന്നത്. യുവതിയുടെ മാലയും കമ്മലും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിന് ശേഷം രംഗൻ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടതായാണ് സൂചന. ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊലപാതകമാണെന്ന സംശയത്തിലാണ് പോലീസ്. ഫോറൻസിക് വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കുന്നതിൽ ആർക്കാണ് പേടി? നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചവർക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? തിടുക്കപ്പെട്ട് നടപടി വേണ്ടെന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലപാട് ആരെ ഭയന്നിട്ടാണ്? ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് വിധിക്കായി കാത്തിരിക്കുന്നതെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിശദീകരണം. അതേസമയം സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കാനുള്ള പോലീസ് നീക്കം കുടുംബാംഗങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. സമാധി സ്ഥലം പൊളിക്കുന്നതിനെതിരെ ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ മതിയെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. അതേസമയം സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാലേ മരണത്തിലെ ദുരൂഹത നീങ്ങുമെന്ന് സബ് കളക്ടർ കുടുംബാംഗങ്ങളെ അറിയിച്ചു. ഹൈക്കോടതിയെ സമീപിക്കാനായി എത്ര ദിവസത്തെ സാവകാശം നൽകണമെന്ന കാര്യത്തിൽ ജില്ലാ കളക്ടറുടേതാകും അന്തിമ തീരുമാനം. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച സമാധി സ്ഥലം അളക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപൻ സ്വാമി മരിച്ചത്. കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ മരിച്ചതിനെ തുടർന്ന് സമാധിയിരുത്തിയെന്നാണ് ഭാര്യ സുലോചനയും മക്കളായ രാജസേനനും സനന്ദനും
ആദ്യം പറഞ്ഞത്. രാജസേനൻ പിന്നീട് ഈ മൊഴി മാറ്റി പിതാവ് സമാധിയാകാൻ ആഗ്രഹിക്കുന്ന വിവരം തന്നോട് പറഞ്ഞുവെന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയതെന്നുമായിരുന്നു രണ്ടാമത് നൽകിയ മൊഴി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം പുനലൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി അജ്ഞാതൻ വിലസുന്നു. മുഖപൊടിധാരിയെ പിടികൂടാനായി ദിവസങ്ങളായി ഉറക്കം വിളിച്ച് തിരച്ചിൽ നടത്തുകയാണ് നാട്ടുകാർ. മുൻപ് ബ്ലാക്ക് മാൻ എന്ന പേരിൽ ഇതുപോലെ ഏറെ നാൾ സാമൂഹ്യ വിരുദ്ധർ ജനങ്ങളെ ഭീതിയിലാക്കിയിരുന്നു. CCTV ദൃശ്യമടക്കം ഹാജരാക്കിയിട്ടും പോലീസ് നിഷ്ക്രിയരെന്നും ആക്ഷേപമുണ്ട്. ചാലക്കോട് പേപ്പർ മിൽ ഭാഗങ്ങളിലാണ് ഭീതി പടർത്തി അജ്ഞാതനെത്തുന്നത്. രാത്രി വീടുകളുടെ വാതിലിൽ മുട്ടുകയും കോളിംഗ് ബെൽ അടിക്കുകയും ചെയ്യുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രദേശത്തെ CCTV ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. മുഖം മൂടിക്കൊണ്ടാണ് സഞ്ചാരം. ഒന്നിലധികം പേരുണ്ടോ എന്നും പ്രദേശവാസികൾ സംശയിക്കുന്നു. ഒരേ സമയം പല വീടുകളിൽ ഇത്തരത്തിൽ കോളിംഗ് ബെൽ അടിച്ചതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ എങ്ങും മോഷണം നടന്നിട്ടില്ല. 3 പേരുണ്ടെന്ന് 3 പേരെ കണ്ട പെണ്ണുങ്ങളുണ്ട്. ഞങ്ങളും കണ്ടിട്ടുണ്ട് 3 പേരുണ്ടായതായിട്ട്. കാലി ആണി പോലും കയറാതിരിക്കാൻ വേണ്ടി അതുപോലുള്ള സേഫ്റ്റി ഷൂ ആണ് അവർ കാലി ഉപയോഗിച്ചേക്കുന്നത്. ഇന്ത്യയിൽ ഒരു അക്ഷരം എഴുതി വെച്ചത്. അതിന്റെ അർത്ഥം ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് അത് എഴുതി വെച്ചേക്കുന്നത്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൽ കൈമാറി. പക്ഷേ പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉറക്കം നഷ്ടപ്പെട്ട നാട്ടുകാർ ഇപ്പോൾ രാത്രി അജ്ഞാതനെ പിടികൂടാനായിരിക്കുകയാണ്. മുൻപ് ബ്ലാക്ക് മാൻ എന്ന പേരിൽ ഇതുപോലെ ഏറെ നാൾ സാമൂഹ്യ വിരുദ്ധർ ജനങ്ങളെ ഭീതിയിലാക്കിയിരുന്നു. ഇതും ജനങ്ങളെ ഭയപ്പെടുത്തി മറ്റ് സാമൂഹ്യ വിരുദ്ധ നടപടികൾക്കായാണോ എന്നും സംശയമുണ്ട്. ഏതായാലും ജനങ്ങൾ ജാഗ്രതയിലാണ്. അജ്ഞാതനെ പിടികൂടും വരെ ഉറക്കമൊഴിച്ചിരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പുനലൂർ. ജയിലിൽ വെച്ച് പരിചയപ്പെടുന്നവർ പിന്നീട് സംഘം ചേർന്ന് കവർച്ചയ്ക്കും ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും ഇറങ്ങുന്ന സംഭവങ്ങൾ ഈ സമീപകാലത്ത് പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ട്. എറണാകുളം കാലടിയിൽ സ്കൂട്ടർ യാത്രികനെ കുത്തിവീഴ്ത്തി 22 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികൾ ഗൂഢാലോചന നടത്തിയത് ഇരിങ്ങാലക്കുട ജയിലിൽ വെച്ചാണ്. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം കവർച്ച. ഡിസംബർ 27-ന് സ്കൂട്ടർ തടഞ്ഞു നിർത്തി കാലടി സ്വദേശിയെ ആക്രമിച്ച് പണം കവർന്ന കേസിൽ 9 പേർ അറസ്റ്റിലായിരിക്കുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സംഘത്തെ പോലീസ് സങ്കേതത്തിൽ നിന്ന് സാഹസികമായാണ് ആലുവ പോലീസ് പിടികൂടിയത്. ഡിസംബർ 27-ന് വൈകിട്ട് കാലടിയിലുള്ള പച്ചക്കറി വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് കളക്ഷൻ തുകയുമായി സ്കൂട്ടറിൽ പോയ കാഷ്യർ ഡേവിസിനെ ആക്രമിച്ച് പണം കവർന്ന കേസിലാണ് പ്രതികൾ പിടിയിലായത്. കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശികളായ വിഷ്ണുപ്രസാദ്, അനിൽകുമാർ, പെരിഞ്ഞനം സ്വദേശികളായ അനീഷ്, സഞ്ജു, നവീൻ, 3 പീടിക സ്വദേശി അൻസാർ, സൽമാൻ, ഫാരിസ്, ഫിറോസ്, ഷെമു, അഭിഷേക് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ബൈക്കിലെത്തി ഡേവിസിന്റെ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചത് വിഷ്ണുവും അനസും ചേർന്നാണ്. താഴെ വീണ ഡേവിസിന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് ഡേവിസിനെ കത്തികൊണ്ട് കുത്തി വീഴ്ത്തി. പിന്നാലെ സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ ബോക്സിലുണ്ടായിരുന്ന പണം കവർച്ച ചെയ്ത് സംഘം കടന്നു കളയുകയായിരുന്നു. തുടർന്ന് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. 100 കണക്കിന് ബൈക്കുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. 100-ലേറെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. മുഖത്തടിച്ച പെപ്പർ സ്പ്രേയുടെ ഉറവിടവും കണ്ടെത്തി. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത്. ടോട്ടൽ 13 പ്രതികൾ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലായി.
പിന്നെ ഈ 13 പ്രതികളിലെ നമ്മൾ ഈ സമയത്ത് വരെ ഇതുവരെ ഏകദേശം 10 പ്രതികളിനെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തു, റിമാൻഡായിരുന്നു. ഏകദേശം 12 ലക്ഷം രൂപ മണി റിക്കവർ ആയിരുന്നു. സോ കുറേ പ്രോപ്പർ ഒരു വളരെ നല്ല രീതിയിൽ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. സോ ബാക്കി എല്ലാ നടപടി നമ്മൾ ചെയ്യുന്നുണ്ടോ, ബാക്കി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള 3 പേരുണ്ടോ, അവർക്ക് ഉടൻ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യും. നല്ല ഒരു ഡിറ്റക്ഷൻ ആയിരുന്നു. വളരെ ഉടൻ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ പോലീസ് കാലടി പോലീസ്, എറണാകുളം റൂറൽ പോലീസ് ആക്ട് ചെയ്തു. ഏകദേശം 60% പൈസ റിക്കവർ ആയിരുന്നു. ബാക്കി പൈസ ഉടൻ തന്നെ നമ്മൾ റിക്കവർ ചെയ്യും. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാർക്ക് ഉടൻ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യും. കവർച്ച നടത്താനുള്ള ആസൂത്രണം പ്രതികൾ നടത്തിയത് ജയിലിൽ വെച്ചാണ്. ഈ കേസിലെ 3-ാം പ്രതി അനിൽകുമാർ കാലടിയിലെ പച്ചക്കറി വ്യാപാര കേന്ദ്രത്തിലെ ഡ്രൈവറായിരുന്നു. ഇയാളെ ഫെബ്രുവരിയിൽ ഒരു പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇരിങ്ങാലക്കുട സബ് ജയിലിൽ പാർപ്പിച്ചിരുന്നു. അവിടെ വെച്ചാണ് വിഷ്ണു, അനീസ്, സഞ്ജു എന്നിവരെ പരിചയപ്പെടുന്നതും കവർച്ചയെക്കുറിച്ച് ഗൂഢാലോചന നടത്തുന്നതും. ഡേവിസിന്റെ കൈവശം എല്ലാ ദിവസവും 50 ലക്ഷം രൂപ ഉണ്ടാകുമെന്നാണ് അനിൽകുമാർ മറ്റു പ്രതികളോട് പറഞ്ഞത്. തുടർന്ന് 3 മാസം മുൻപ് മുതൽ 4 പ്രതികളും പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു. കാഷ്യർ ഡേവിസ് പോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ചും ഇയാളുടെ വാഹനം സ്കെച്ച് ചെയ്തും പദ്ധതികൾ തയ്യാറാക്കി. കവർച്ച ചെയ്ത പണം പങ്കുവച്ചതിന് ശേഷം വിഷ്ണുവും അനീസും 2 വഴികളിലായി രക്ഷപ്പെട്ടിരുന്നു. വിഷ്ണു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മൈസൂർ, ഗോവ, ഡൽഹി, ഹരിദ്വാർ, വാരണാസി എന്നിവിടങ്ങളിൽ കഴിഞ്ഞതിന് ശേഷം പഴനിയിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. പഴനിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. 2-ാം പ്രതി അനീസിനെ വയനാട്ടിലെ ഒളിസങ്കേതത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് മറ്റു 4 പേരെ പ്രതി ചേർത്തത്. പ്രതികൾ കൈമാറിയ പണം കൈവശം വെച്ചതിനാണ് ഷെമു എന്ന യുവതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതികളായ ബോംബ് വിഷ്ണുവും അനീസും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരാണ്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം കുറ്റിപ്പുറത്ത് വീട്ടമ്മയെയും ഭർത്താവിനെയും ആക്രമിച്ച കേസിൽ പോലീസിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. കേസിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. വീട്ടമ്മയും ഭർത്താവും പോലീസിനെതിരെ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രതികളുടെ മകനെ കേസിൽ ഉൾപ്പെടുത്താതിരുന്ന കുറ്റിപ്പുറം പോലീസിൻ്റെ നടപടിക്കെതിരെയാണ് ആക്രമണത്തിനിരകളായവർ കോടതിയെ സമീപിച്ചത്. കുറ്റിപ്പുറം മാണിയങ്കാട് സ്വദേശിനി വിധുബാലയും ഭർത്താവ് MK സതീഷ് ബാബുവുമാണ് നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവരെ സതീഷ് ബാബുവിന്റെ സഹോദരനായ രാധാകൃഷ്ണനും കുടുംബവും ചേർന്ന് വീട് കയറി ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-നായിരുന്നു സംഭവം. രാധാകൃഷ്ണനും ഭാര്യയും മകനും മാരകായുധങ്ങളുമായി സതീഷ് ബാബുവിന്റെ വീട്ടിൽ കയറി ഇദ്ദേഹത്തെയും ഭാര്യ വിധുബാലയെയും ആക്രമിക്കുകയും വീട്ടിൽ നിർത്തിയിട്ട കാറും കുടിവെള്ള പൈപ്പും വീട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ വിധുബാലയും ഭർത്താവ് സതീഷും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ രാധാകൃഷ്ണനെ 1-ാം പ്രതിയാക്കിയും മഞ്ജുളയെ 2-ാം പ്രതിയാക്കിയും കേസെടുത്ത പോലീസ് മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി വ്യാപക ആക്രമണം നടത്തിയ ഇവരുടെ മകനെ പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നില്ല. CCTV ദൃശ്യങ്ങളും ചിത്രങ്ങളും കൈമാറിയിട്ടും മകനെ ഒഴിവാക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും അന്നത്തെ കുറ്റിപ്പുറം SHO പത്മരാജൻ നിലപാട് മാറ്റിയില്ല. ആക്രമണത്തിൽ മകന് പങ്കില്ല എന്നായിരുന്നു പത്മരാജൻ SP-ക്ക് റിപ്പോർട്ട് നൽകിയത്. അതിനു പിന്നാലെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അതോടെയാണ് ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് 18 തിരൂർ.
പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് മലപ്പുറം തിരൂരിലെ ഒരു മോഷണ കേസാണ്. തിരൂർ മാർക്കറ്റിലെ കടയുടെ വാതിൽ തകർത്ത് മോഷണം നടത്തിയത് 2 മാസം മുൻപാണ്. എന്നാൽ പ്രതിയെക്കുറിച്ച് പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ മോഷ്ടാക്കളെ പോലീസ് പിടികൂടിയിരിക്കുന്നു. നിരവധി മോഷണ കേസുകളിലെ പ്രതികളായ മുഹമ്മദ് റാസി, വിശ്വജിത്ത് എന്നിവരെ തിരൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ 19 രാത്രിയിലാണ് പ്രതികൾ തിരൂർ മാർക്കറ്റിലെ കടയുടെ വാതിൽ തകർത്ത് മോഷണം നടത്തിയത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 50,000 രൂപ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിനായി കടയിലെ CCTV ക്യാമറകളും തകർത്തു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾക്ക് വേണ്ടി പോലീസ് പലയിടത്തും അന്വേഷണം നടത്തിയിരുന്നു. കടയിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയാതിരുന്നത് അന്വേഷണത്തിൽ തിരിച്ചടിയായി. എന്നാൽ ശാസ്ത്രീയ തെളിവുകളുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത്. കേസിൽ ലക്ഷദ്വീപ് സ്വദേശിയും ബേപ്പൂർ താമസക്കാരനുമായ മുഹമ്മദ് റാസി, കരുവാൻതിരുത്തി സ്വദേശി വിശ്വജിത്ത് എന്നിവരെ തിരൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇവർ നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തിരൂർ. ബോഡി ഷേമിംഗ് ഒരു വിധത്തിലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. തടിച്ചത്, മെലിഞ്ഞത്, പൊക്കം കുറഞ്ഞത്, പൊക്കം കൂടിയത്, കറുത്തത് തുടങ്ങി ഒരാളുടെ ശരീരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ ശരീരം മാറും, മനസ്സും മാറും, ഹൃദയം മാറും. സ്ത്രീയോ പുരുഷനോ ആവട്ടെ, ഇത് ജീവിതമാണ്. മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ കേരള ഹൈക്കോടതിയുടെ ഈ പരാമർശം എല്ലാവർക്കും പാഠമാകണം. നിറത്തിൻ്റെയും ശരീരഘടനയുടെയും പേരിൽ ഒരാളെയും അവഹേളിക്കാൻ നമുക്കാരും അവകാശമൊന്നും തന്നിട്ടില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നിടത്താണ് നമ്മുടെ വ്യക്തിത്വം വെളിവാകുന്നത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.